Hi friends, welcome back to the world of MEP. കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. വാച്ച് ചെയ്ത് ഷെയർ ചെയ്തും ലൈക്ക് അടിച്ചും കമൻ്റ് അടിച്ചും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആദ്യമായി ഞാനൊരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ്. പേഴ്സണലായിട്ടും ഒരുപാട് പേര് കോൺടാക്റ്റ് ചെയ്തിരുന്നു, സന്തോഷമായി. ഇനിയും ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന്. ഇന്ന് ഞാൻ MEPയിലെ എല്ലാ സർവീസ് ഡ്രോയിങ്സും ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് ആയിട്ട് ഇനി വരുന്ന ഓരോ വീഡിയോസിലും പറഞ്ഞു തരുന്നതായിരിക്കും. കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ആർക്കിടെക്ചർ പ്ലാനിനെ പരിചയപ്പെടുത്തിയിരുന്നു. ആ എപ്പിസോഡ് കാണാത്തവർ ഒന്ന് കാണുക. അതിൽ കാണിച്ചിരിക്കുന്ന പ്ലാനിലാണ് നമ്മൾ MEP സർവീസ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് മെക്കാനിക്കൽ സർവീസിലെ AC ആൻഡ് വെന്റിലേഷൻ ഓപ്പൺ ചെയ്യാം. ഇതാണ് AC ആൻഡ് വെന്റിലേഷൻ ഡ്രോയിങ്. ഇതിൽ കാണുന്ന ആദ്യത്തെ പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ടിപ്പിക്കൽ ഫ്ലോറും റൂഫും ടോപ്പ് ഓഫ് റൂഫ് പ്ലാനുമാണ്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ സൂം ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് AC ആൻഡ് വെന്റിലേഷൻ ഉള്ളത് എന്ന്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ AC ഡ്രോയിങ്. ഇതാണ് മെയിൻ എൻട്രൻസ്. പിന്നെ വരുന്നത് 3 സ്റ്റുഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. 3 സ്റ്റുഡിയോസിലും AC ആൻഡ് വെന്റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉണ്ടാവുക? FCU ഉണ്ടാകും, പിന്നെ സപ്ലൈ ആൻഡ് റിട്ടേൺ ഗ്രിൽ ഉണ്ടാവും, ഡക്റ്റ് ഉണ്ടാകും, പിന്നെ വെന്റിലേഷൻ ഡക്റ്റും വെന്റിലേഷൻ ഫാനും ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് വാച്ച്മാൻ റൂമാണ്. വാച്ച്മാൻ റൂമിലും AC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് MEP റൂംസ് ആണ്. MEP റൂംസിൽ ടെലിഫോൺ റൂമും LV റൂമിലും AC കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ടിപ്പിക്കൽ ഫ്ലോറാണ്. ടിപ്പിക്കൽ ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ AC റിലേറ്റഡ് ആയിട്ട് കാണിച്ചതുപോലെ 4 ഫ്ലാറ്റിലും AC ആൻഡ് വെന്റിലേഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡക്ട്സ് കാണിച്ചിട്ടുണ്ട്, FCU കാണിച്ചിട്ടുണ്ട്, പിന്നെ സപ്ലൈ ആൻഡ് റിട്ടേൺ ഗ്രിൽസ്, വെന്റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് റൂഫ് AC ഡ്രോയിങ് ആണ്. റൂഫിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഔട്ട്ഡോർ മെഷീൻസ് ഉണ്ടാകും. മെഷീൻ റൂമിൽ AC കാണിച്ചിട്ടുണ്ട്. റൂഫിൽ ഇത്രയാണ് ഉണ്ടാവുക. പിന്നെ ടോപ്പ് ഓഫ് റൂഫിൽ സർവീസ് ഇല്ലാത്തതുകൊണ്ട് ടോപ്പ് ഓഫ് റൂഫ് ഡിസൈൻ ചെയ്തിട്ടില്ല. ഇനി വരുന്നത് ഇലക്ട്രിക്കൽ സർവീസ് ആണ്. ഇലക്ട്രിക്കൽ സർവീസിലെ ലൈറ്റിംഗ് ആണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് ലൈറ്റിംഗ് ഡ്രോയിങ്സ്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കറിയാം ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സംബന്ധമായ കാര്യങ്ങളായിരിക്കും. ലൈറ്റ് കാണിച്ചിട്ടുണ്ട്, സ്വിച്ചസ്, പിന്നെ വയറിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ടിപ്പിക്കൽ ഫ്ലോറിലും റൂഫിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ. പിന്നെ വരുന്നത് പവർ ഡ്രോയിങ് ആണ്. പവർ ഡ്രോയിങ്ങിലും പവർ റിലേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ പവർ ഡ്രോയിങ്, വയറിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. സർക്യൂട്ട് നമ്പർ കാണിച്ചിട്ടുണ്ട്. പിന്നെ സബ്സ്റ്റേഷൻ കാണിച്ചിട്ടുണ്ട്. LV റൂമും ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ടിപ്പിക്കൽ ഫ്ലോറിലും 4 ഫ്ലാറ്റിലെ പവർ റിലേറ്റഡ് ആയിട്ടുള്ള സോക്കറ്റ്, വയറിംഗ്, കേബിൾ ട്രേ, സർക്യൂട്ട് നമ്പർ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ റൂഫിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിനും പവർ കൊടുത്തിട്ട് ACക്ക് വേണ്ടിയിട്ടുള്ള, പിന്നെ പമ്പിനും ലിഫ്റ്റിനും വേണ്ടിയിട്ടുള്ള പവറൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഡയഗ്രമാണ്, സിംഗിൾ ലൈൻ ഡയഗ്രമാണ്. സിംഗിൾ ലൈൻ ഡയഗ്രാമിൽ നോക്കിയാൽ നമുക്ക് ടോട്ടൽ DBs, SMDBs എത്രയൊക്കെ ഉണ്ട്, ടോട്ടൽ ലോഡൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ലോഡ് സ്കെഡ്യൂളാണ്. ലോഡ് സ്കെഡ്യൂൾ എക്സലാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് പിന്നീട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. പിന്നെ വരുന്നത് ടെലിഫോൺ ഡ്രോയിങ് ആണ്. ടെലിഫോൺ ഡ്രോയിങ്ങിൽ സെറ്റിംഗ് ഔട്ട് പ്ലാനിൽ ടെലിഫോൺ റൂം ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ടുള്ള ടെലിഫോൺ പോയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ടെലിഫോൺ റൂം ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കേബിൾ ട്രേസ്, വയറിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ടെലിഫോൺ റൂം ഇതാണ്. ടെലിഫോൺ റൂമിലെ ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് ടിപ്പിക്കൽ ഫ്ലോറിലെ ടെലിഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഇത്. പിന്നെ വരുന്നത് ഡയഗ്രമാണ്. ഡയഗ്രാം നോക്കിയാൽ നമുക്ക് ടോട്ടൽ എത്ര പോയിൻറ്റ്സ് ഉള്ളതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ജനറൽ ഡീറ്റെയിൽസ് ആണ്. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻ്റർകോം സിസ്റ്റമാണ്. ഈ സിസ്റ്റം വഴി പുറത്തു നിന്നുള്ള
ഒരാളുമായി നമ്മുടെ ഫ്ലാറ്റിനകത്ത് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോൾ ഇതുവഴി സാധ്യമാവുന്നതാണ്. പിന്നെ മെയിൻ ഡോറും ഇതുവഴി കൺട്രോൾ ചെയ്യാവുന്നതാണ്. നമുക്ക് പുറത്തുനിന്ന് വന്ന ഗസ്റ്റ് ആരെന്ന് നോക്കി നമ്മൾക്ക് എൻട്രൻസ് ഡോർ തുറന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ നമുക്ക് ചെയ്യാം. ഇതിൽ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ 3 സ്റ്റുഡിയോസിനും വേണ്ടിയിട്ടുള്ള ഹാൻഡ്സെറ്റ് ക്രമീകരണങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ടിപ്പിക്കൽ ഫ്ലോറിലും ഹാൻഡ്സെറ്റും പിന്നെ ട്രങ്കിങ്ങും വയറിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ റൂഫിൽ ഇൻ്റർകോം സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് കാണിച്ചിട്ടില്ല. പിന്നെ വരുന്നത് ഡയഗ്രാമാണ്. ഡയഗ്രാമിൽ നോക്കിയാൽ നമുക്ക് ടോട്ടൽ എത്ര ഹാൻഡ്സെറ്റ് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുന്ന പറ്റുന്നതാണ്. പിന്നെ വരുന്നത് CCTV ആണ്. നമുക്കറിയാം ബിൽഡിംഗ് സെക്യൂരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നല്ല ഒരു സിസ്റ്റമാണ് CCTV. ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ 4 ക്യാമറയാണ് വെച്ചിട്ടുള്ളത്. വാച്ച്മാൻ റൂമിനകത്ത് DVRും റാക്സും എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ടിപ്പിക്കൽ ഫ്ലോറിലെ CCTV ഡ്രോയിങ് ആണ്. ടിപ്പിക്കൽ ഫ്ലോറിൽ കോറിഡോറിൽ മാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു ക്യാമറയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രോയിങ് പിന്നീട് ഞാൻ ഏതൊക്കെ ടൈപ്പാണ് ക്യാമറ വരുന്നതെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ വരുന്നത് ഡയഗ്രാമാണ്. ഡയഗ്രാം നോക്കിയാൽ ടോട്ടൽ എത്ര ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏത് തരം DVR ആണെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫയർ അലാറം, എമർജൻസി ആൻഡ് എക്സിറ്റ് ലൈറ്റ് സിസ്റ്റം ആണ്. നമുക്കറിയാം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു സിസ്റ്റമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസും വെച്ചിട്ടുണ്ട്. എമർജൻസി ലൈറ്റ്, എക്സിറ്റ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ടിപ്പിക്കൽ ഫ്ലോറാണ്. ടിപ്പിക്കൽ ഫ്ലോറിലും ഫയർ അലാം, എമർജൻസി, എക്സിറ്റ് ലൈറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് റൂഫാണ്. റൂഫിൽ മെഷീൻ റൂമാണുള്ളത്. പിന്നെ വരുന്നത് ഡയഗ്രാമാണ്. ഡയഗ്രത്തിൽ ടോട്ടൽ ഡിവൈസൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അടുത്ത സിസ്റ്റം SMA TV സിസ്റ്റമാണ്. അപ്പോൾ SMA TVയിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് നോക്കാം. SMA TV എന്ന് ഉദ്ദേശിക്കുന്നത് സാറ്റലൈറ്റ് TV ആണ്. നമ്മുടെ നാട്ടിൽ കേബിൾ TV പോലെയുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 സ്റ്റുഡിയോയിലും TV പോയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ റൂഫിലെ സാറ്റലൈറ്റ് ഡിഷിൽ നിന്ന് വരുന്ന കണക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. വാച്ച്മാൻ റൂമിലും പോയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ടിപ്പിക്കൽ ഫ്ലോറിലെ 4 ഫ്ലാറ്റിലും TV പോയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് പ്ലംബിംഗ് സർവീസാണ്. പ്ലംബിംഗ് സർവീസിലെ ഡ്രെയിനേജാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതാണ് സെറ്റിംഗ് ഔട്ട് പ്ലാൻ. സെറ്റിംഗ് ഔട്ട് പ്ലാനിൽ മാൻഹോൾ കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 സ്റ്റുഡിയോയിൽ നിന്നുള്ള ഡ്രെയിനേജ് കാണിച്ചിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ പാൻട്രിയും ബാത്റൂമാണുള്ളത്. അതിൽ നിന്നും മാൻഹോളിലേക്ക് പോകുന്ന കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗാർബേജ് റൂമിലെയും പമ്പ് റൂമിലെയും ഡ്രെയിനേജ് കാണിച്ചിട്ടുണ്ട്. ഇത് ഗ്രൗണ്ട് ഫ്ലോർ ലോ ലെവൽ പ്ലാൻ ആണ്. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോർ ഇത് ടിപ്പിക്കൽ ഫ്ലോർ ആയിട്ടല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ വേറെ, സെക്കൻഡ് മുതൽ 4 വരെയുള്ളത് വേറെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡ്രെയിനേജ് കാണിച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ 2 മുതൽ 4 വരെയുള്ള ഫ്ലോറിലെ ഡ്രെയിനേജ് കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഹൈ ലെവൽ പ്ലാനാണ്. ഹൈ ലെവൽ പ്ലാൻ സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പൈപ്പ് ഡൈവേഷൻ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലെയും ഹൈ ലെവൽ സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് റൂഫ് ഡ്രെയിനേജ് ഡ്രോയിങ് ആണ്. റൂഫിൽ റെയിൻ വാട്ടർ ഔട്ട്ലെറ്റ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ടോപ്പ് ഓഫ് റൂഫിലും റെയിൻ വാട്ടർ ഔട്ട്ലെറ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് വാട്ടർ സപ്ലൈ സർവീസാണ്. വാട്ടർ സപ്ലൈയിൽ സെറ്റിംഗ് ഔട്ടിൽ പമ്പ് റൂം ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലും 3 സ്റ്റുഡിയോയിലേക്കുള്ള വാട്ടർ കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. 3 സ്റ്റുഡിയോയിലും പാൻട്രിയും ബാത്റൂമാണ് ഉള്ളത്. അതിലേക്കുള്ള കണക്ഷൻ, റൂഫ് ടാങ്കിൽ നിന്നുള്ള കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ പമ്പ് റൂം ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ട്. പിന്നെ ടിപ്പിക്കൽ ഫ്ലോറിലെ 4 ഫ്ലാറ്റിലേക്കുള്ള കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. റൂഫിലെ വാട്ടർ ടാങ്ക് ഡീറ്റെയിൽസും പമ്പ് ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഫയർ ഫൈറ്റിംഗ് സർവീസാണ്. ഫയർ ഫൈറ്റിംഗ് സർവീസിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോർ സെറ്റിംഗ് ഔട്ട് പ്ലാനിൽ
പമ്പ് റൂം ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫയർ ഫൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പമ്പ് റൂം ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ടിപ്പിക്കൽ ഫ്ലോറിലെ ഫയർ ഫൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ഹോസ് റീലെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ റൂഫിലെ ലിഫ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ടോപ്പ് ഓഫ് റൂഫാണ്, അതിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡയഗ്രാമാണ്. ഡയഗ്രാം നോക്കിയാൽ നമുക്ക് ടോട്ടലായിട്ട് എത്ര ഹോസ് റീലുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.